രാജ്ഭവനിലെ പരിസ്ഥിതി ദിന ആഘോഷത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിന്നതിൽ അതൃപ്തി തുറന്നടിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന നിലപാട് എന്ത് തരം ചിന്താഗതിയാണെന്നാണ് ഗവർണറുടെ ചോദ്യം. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ കഴിയില്ല, ഭാരതത്തിന്റെ അടയാളമാണ് ഭാരതാംബയെന്നും ഗവർണർ. And that was probably the reason why both the ministers have not come here. I do not know what sort of thinking we have in our minds. Probably I do not know what it is. But issue before us was better, rather more compelling, and that is what our Mathrubhumi is, our Bharat Mata's environment. രാജ്ഭവനിലെ ചടങ്ങിൽ മന്ത്രിമാരായ പി പ്രസാദും വി ശിവൻകുട്ടിയും പങ്കെടുത്തിരുന്നില്ല. ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടിക്ക് തുടക്കമിട്ട ചിത്രങ്ങൾ രാജ്ഭവൻ അതിനിടെ പുറത്തുവിട്ടു. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും വേണമെന്ന രാജ്ഭവൻ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഉടനെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരും. തത്സമയം ഉമേഷ്, വീണ്ടും ഗവർണർക്കും സർക്കാരിനും ഇടയിൽ മറ്റൊരു വിഷയം, അതിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. അത് ഇപ്പോൾ വിവാദമായി മാറുകയും ചെയ്യുന്നു. എന്താണ് ഈ പരിസ്ഥിതി ദിനാഘോഷത്തെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നേരത്തെ കൃഷിമന്ത്രി പറഞ്ഞനുസരിച്ച് ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ചു, പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്താണ് ഗവർണറും ഒപ്പം മന്ത്രിമാരും നൽകുന്ന പ്രതികരണം? പ്രജിൻ, എന്തായാലും രാജ്ഭവനിൽ ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് കുറച്ചുകൂടി കടുക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നടക്കാനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കൃഷിമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പരിപാടി, നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ആഡ് ചെയ്തുകൊണ്ട് ഈ ഭാരതാംബയുടെ, അതായത് കാവിക്കൊടി ധരിച്ച ഭാരതാംബയുടെ മുന്നിൽ ഈ വിളക്ക് തെളിയിച്ചുകൊണ്ട് പരിപാടികൾ തുടങ്ങാമെന്നുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ നിർദ്ദേശം രാജ്ഭവൻ നിന്ന് വരുന്നത്. എന്നാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന പരിപാടിയുടെ ഭാഗമല്ല എന്നുള്ള നിലപാടായിരുന്നു കൃഷിമന്ത്രി എടുത്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹാളിൽ നിന്ന് ഈ ഭാരതാംബയുടെ, അതായത് കാവിക്കൊടി എന്തുന്ന ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നുള്ള നിലപാട് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാട് രാജ്ഭവൻ എടുത്തു. ഇതോടുകൂടിയാണ് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെയോടുകൂടി പരിപാടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൃഷി വകുപ്പ് എടുക്കുന്നത്. തുടർന്ന് ദർബാർ ഹാളിൽ ഈ സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെയും പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് വൈകിട്ട് അല്പം മുൻപാണ് മറ്റൊരു സ്വകാര്യ ചടങ്ങ് രാജ്ഭവനിൽ നടന്നത്. ഈ സ്വകാര്യ ചടങ്ങിലാണ് ഗവർണർ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. 2 മന്ത്രിമാർ ഇന്ന് നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തില്ല. അവർ രാവിലെ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു. അവർ ഇന്നലെ വിളിച്ചു ചോദിച്ചത് ഈ ഹാളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ കഴിയുമോ എന്നാണ്. പക്ഷേ മാറ്റാൻ കഴിയുന്നതല്ല. അങ്ങനെ ഭാരതാംബയുടെ ചിത്രം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നതല്ല. അത് രാജ്യത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അത് ആര് പറഞ്ഞാലും മാറ്റില്ല, അത് മാറ്റാനാകില്ല എന്നുള്ള നിലപാട് തിരിച്ചറിയിച്ചു. അതേ തുടർന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. ഇത് എന്തുതരം നിലപാടാണ്? പരിസ്ഥിതി ദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്തുതരം നിലപാടാണ്? മാതൃഭൂമി പോലെ തങ്ങൾ ഈ ഭാരതാംബയെ സംരക്ഷിക്കും, ജന്മഭൂമി പോലെ ഈ ഭാരതാംബയെ സംരക്ഷിക്കും എന്നും ഈ പ്രസംഗത്തിൽ അദ്ദേഹം നിലപാട് അറിയിച്ചു. അതിനു മുൻപ് 2 മണിക്കൂർ മുൻപാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകളിൽ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ ദീപം തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി ഗവർണറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. പ്രജിൻ, സുമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങുകളും അവിടുത്തെ പരിപാടികളുമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്.